2026 മാർച്ച് ഏപ്രിൽ സമയങ്ങളിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുണ്ടെങ്കിലും ബംഗാളിൽ ഇലക്ഷന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ദീദി നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി കുടിയേറ്റ തൊഴിലാളികളെ തടവിലാക്കൽ, തടങ്കലിൽ വെക്കൽ എന്നിവയിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ബംഗാളി സ്വത്വം പുനർജീവിപ്പിക്കുകയും വീണ്ടും സജീവമാക്കുകയും ചെയ്തിരിക്കുകയാണ്. BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ ബംഗാളി നിവാസികൾ നിവേചനം നേരിടുന്നതായും വെള്ളം, വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങളുടെ വിതരണം നിർത്തിവെച്ചതായും ശരിയായ തിരിച്ചറിയൽ രേഖകൾ നൽകിയിട്ടും NRC നടപ്പാക്കുമെന്ന് ഭീഷണി നേരിടുന്നതായും ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ഒരു പ്രതിഷേധ റാലിയുമായി തന്നെ മമത രംഗത്തിറങ്ങിയിരിക്കുന്നത്. ബംഗാളിൽ മമതയുടെ ഈ നീക്കത്തെക്കുറിച്ച് ചൂടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ബംഗാൾ ദുർഭരണം കൊണ്ട് ശ്വാസം മുട്ടുകയാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമ ബംഗാൾ സന്ദർശിക്കാനിരിക്കെയാണ് മോദിയുടെ ഈ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നത്. തന്റെ സന്ദർശനത്തിന് പിന്നിലെ വികസന അജണ്ടയെക്കുറിച്ച് ഊന്നി പറഞ്ഞതും മോദി എത്തിയിട്ടുണ്ടായിരുന്നു. കാലാകാലങ്ങളായി TMC ഭരിക്കുന്ന ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ വളരെ കാലമായി സംസ്ഥാന BJP വലിയ പ്രതിച്ഛായ തിരിച്ചടികളോടെയാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ TMCയുടെയും മമതയുടെയും കാര്യം നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൈകളിൽ ബംഗാൾ വീണ്ടും സേഫ് ആകാനാണ് സാധ്യത കൂടുതലുള്ളത്. അതിന് പല കാരണങ്ങളുമുണ്ട്. 2021 ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് 213 സീറ്റുകൾ ലഭിച്ചപ്പോൾ BJPക്ക് വെറും 77 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. കൂടാതെ 2019 പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിലും ഈ വർഷത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവരുടെ പതനം തുടരുകയായിരുന്നു. 2019 18 സീറ്റുകൾ നേടിയ BJPക്ക് 2024 12 സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. കൂടാതെ രാജ്യത്തെ ഞെട്ടിച്ച കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ് ചെയ്തത്. ലോക്കറ്റ് ചാറ്റർജി, അഗ്നിമിത്ര പോൾ തുടങ്ങിയ ചില BJP നേതാക്കൾ പോലീസ് സ്റ്റേഷനുകളിൽ മുന്നിൽ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് ജനപിന്തുണ ലഭിച്ചിട്ടുമില്ലായിരുന്നു. അതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ശൂന്യതയിലാണ് ബംഗാളിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയി ഉയർന്നു വന്നത്. അവർ പാർട്ടി പതാകകൾ ഉയർത്തി പ്രതിഷേധക്കാർക്കൊപ്പം മാർച്ച് തുടർന്നു. എന്നാൽ ബംഗാളിലുടനീളം മെഡിക്കൽ കോളേജുകൾക്ക് ഭരണകൂടം ചെയ്യുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് CPIMന്റെ പ്രമുഖർ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു. കൊൽക്കത്തയ്ക്ക് പുറത്തുള്ള മിക്ക പൊതു റാലികളും സംഘടിപ്പിച്ചത് CPIM തന്നെയായിരുന്നു. അതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. CPIM ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി അടിത്തറ വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ CPIM നടത്തുകയാണ്. ഇടതുപക്ഷം ഭരണം നടത്തിയ കാലങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കിൽ മമത വിള്ളലുണ്ടാക്കിയതോടെ ബംഗാൾ സ്ഥിരമായി മമതയുടെ കൈകളിലേക്ക് പോയി തുടങ്ങുകയായിരുന്നു. ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയെ അട്ടിമറിച്ച് ഭരണം പിടിക്കാനുള്ള നിലയിലേക്ക് ആ പാർട്ടിയും മുന്നണിയും ഇപ്പോൾ വളർന്നിട്ടില്ല. അതായത് ഇപ്പോഴും BJP തന്നെയാണ് മമതയുടെ മുഖ്യ എതിരാളി എന്ന് പറയേണ്ടി വരും. 42 ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. മുൻ പകുതിയോളം സീറ്റുകൾ BJP പിടിച്ചുവെങ്കിലും പിന്നീട് കുത്തനെ താഴേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതും മമതാ സർക്കാരിനെ അട്ടിമറിച്ച് സംസ്ഥാന ഭരണം കൈപ്പിടിയിലാക്കുക എന്നുള്ളതും RSSന്റെ നിർണായക ഒരു ലക്ഷ്യമാണ്. BJP ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. അതിനെതിരായാണ് മമതാ ബാനർജി പൊരുതിക്കൊണ്ടിരിക്കുന്നത്.